ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആമസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമ്മളിതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻട്രോയിൽ നമ്മുടെ ആവണിക്കുട്ടി ഇല്ല, വേറെ ഒന്നുമില്ല. നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ അംഗൻവാടിയിൽ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ആളെ കൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾ ആളുടെ കൂടി ഇരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ നേരെ പോരാട്ടോ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നലെ ആയാലും നമുക്ക് അങ്ങനെ വാശിയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ കുറച്ച് നേരത്ത് ഇപ്പോൾ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ആവണിക്കുട്ടീനെ ഇപ്പോൾ ഡെയിലി അംഗൻവാടിയിൽ വിടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 2 വയസ്സ് കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും പതുക്കെ വിട്ടു തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ഓക്കെ ആയിട്ടിരിക്കുന്നുള്ളൊരു വിശ്വാസം. കാരണം ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അതേപോലെ നമുക്ക് ഇന്ന് പണിക്ക് ഒരാളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏലത്തിന് മരുന്നടിക്കലാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്തായാലും നല്ല വെയിലാട്ടോ ഗൈസ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്കിപ്പോൾ ചെറിയൊരു മഴയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ മരുന്നടിച്ചാൽ വൈകുന്നേരത്ത് മഴയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രിംഗ്ലറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കലക്കി ഒഴിക്കണം, അതിന് വലിയ സീനൊന്നുമില്ല. അത് നമ്മുടെ ഡയാനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തതുപോലെ നമുക്ക് കുറച്ച് പരിപാടികളോട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കിയല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. തോരനായിട്ടുന്നതാണ് ഞാൻ ക്യാബേജ് തോരനാണ് വെച്ചിട്ടുള്ളത്. ആയിട്ടിതാ ഇന്ന് സാമ്പാറാണേ. സാമ്പാറിലിടാൻ വേണ്ടി മുരിങ്ങക്കായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു സാമ്പാർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റല്ല. ഈ ഒരു ലെവലിലാണ് ഞാൻ സാമ്പാർ വയ്ക്കാറ്. അപ്പം സാമ്പാറും സെറ്റായിട്ടുണ്ട്. നല്ല ചൂട് മട്ടരിച്ചോറും. ഇനിയിപ്പോൾ നമുക്ക് ഓംലേറ്റ് ഒന്ന് റെഡി ആക്കാണ്ട് അതേപോലെ തന്നെ നമുക്ക് പപ്പടവും കൂടി കാച്ചാണ്ട്. അതെന്തായാലും നമുക്ക് അവർ കഴിക്കാൻ വരുന്ന ടൈമിലൊക്കെ സെറ്റ് ആക്കാൻ പറ്റില്ല. കാരണം കഴിക്കാൻ വേണം കുറച്ചുകൂടി ടൈം എടുക്കുന്നത്. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആക്കാം. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കിച്ചണിൽ നമുക്ക് ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു തന്നെ പറയാം. അപ്പോൾ ആൺകുട്ടിനെ വിടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫുഡൊക്കെ ഏകദേശം സെറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ച് തുടച്ചിട്ടതിന് ശേഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് നമുക്ക് വലിയ പണികളൊന്നും കിച്ചണിലില്ല. ബാക്കിയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കാരണം പൊതുവേ നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ വെയിലുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പണി ചെയ്യാൻ കുറച്ചുകൂടി അടിപൊളിയാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് കൂടെ വരെ നല്ല അട്ടയും പിന്നെ കോടയും തണുപ്പൊക്കെ ഇതിനെ ആയിരിക്കുമല്ലോ. അപ്പോൾ വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിപ്പോൾ നമ്മുടെ ഗാർഡനിലായാലും പറമ്പിലൊക്കെ ആണെങ്കിൽ പണിയൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ക്ലൈമറ്റും നല്ല അടിപൊളിയാണ്. മാത്രമല്ല നമുക്ക് പാർട്ടിയുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറവായിരിക്കും കേട്ടോ വെയിലുള്ള ഒരു ടൈമിൽ. അതുകൊണ്ട് നമുക്ക് ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. കാരണം കാട് പറിക്കാൻ കുറച്ചുണ്ട്. അപ്പോൾ ഒരു ഏരിയ ഫുള്ള് നമ്മൾ സെറ്റാക്കിയതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കാട് കാര്യങ്ങളൊന്നും നല്ല ക്ലിയറായി സെറ്റായിട്ടാണ് കിടക്കും. അപ്പോൾ വേറൊരു സ്ഥലത്തും നമ്മൾ ഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ കുറച്ച് കാടുകൾ ഉണ്ടാവും. അതൊന്ന് സെറ്റാക്കാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്ര നമുക്ക് ക്ലീൻ ചെയ്യാൻ. അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ ആൺകുട്ടിയുടെ നോക്കി ഡോളാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആളെ എൻ്റെ കൂടെ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ എൻ്റെ കൂടെ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അവനെ കൊണ്ട് വന്നിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ആൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ഇതുകൊണ്ട് വന്നിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് പോയതാണ്. നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് കേട്ടോ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ പിന്നെ ഇന്ന് പോയി. അപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പോകുന്ന വഴിയേ അറിയില്ല കേട്ടോ. ഒന്നിനൊന്നും ടൈം തികയാത്ത പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ ടൈമേ പോകുന്നില്ല കേട്ടോ. ഓരോ മണിക്കൂറും പോകും നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. അത്രയും സ്ലോ ആയിട്ടുണ്ട് എനിക്കിപ്പോൾ ടൈം വന്നു. കാരണം അത്രയും ടൈം നമ്മുടെ കൂടെ തന്നെ അവൾ അത്രയും നല്ല അറ്റാച്ച് ആയിട്ട് അത്രയും കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് കുറേ സമയം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്ക് എത്രയും ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം കേട്ടോ ഉള്ളത്. അപ്പം എന്തായാലും അവൾ പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കുറച്ച് പരിപാടിയൊക്കെ കാണാം. അപ്പോൾ തന്നെ എന്താ കഴിക്കാനൊരു സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഓംലേറ്റ് ഒന്ന് സെറ്റാക്കട്ടെ. ശേഷം കാണാം ഗൈസ്. അങ്ങനെ എന്തായാലും ഞാനേ ഓംലേറ്റ് ഒക്കെ പൊരിച്ചതാ ഫുഡൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഉണക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലാണ് ഉണക്കി വയ്ക്കുക. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് കിളികളുടെ സൗണ്ട് നല്ല സൗണ്ടാട്ടോ. കിളികൾ രാവിലെ നമുക്ക് നീച്ച് ഞാൻ മിറ്റടിക്കാൻ വന്നപ്പോൾ തുടങ്ങിയ സൗണ്ടാണ്. ഇപ്പോഴും ഒരു ശമനം ഇല്ല തന്നെ പറയുന്നത്. നല്ല വലിയ ഗ്രീൻ നെറ്റാണ്. അതുകൊണ്ട് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ഒരുപാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനത് 4 ആക്കിയിട്ടൊന്ന് മടക്കിയിരിക്കുവാണേ. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ എവിടെ ഇട്ടാലും നമുക്ക് നന്നായിട്ട് ഉണക്കും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറ്റുന്നുണ്ട്. നമുക്ക് മിറ്റത്ത് തന്നെ ഇട്ട് ഉണക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സംഭവം എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഡയാന പിന്നെ ഞാൻ പുറത്തിറങ്ങിയ അപ്പം തുടങ്ങുന്ന വീട് ഇതാണ് ഗൈസ് സംഭവം. ഇതില്ലാത്തൊരു മീൻകറി നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമല്ല. അപ്പോൾ നല്ല മണമല്ലോ. വായിക്കൂടെയൊക്കെ ഇങ്ങനെ പുളിയുടെ ഒരു ഇതായിട്ട് പല്ലൊക്കെ ഇങ്ങനെ പുളിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു പുളിയുടെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുടംപുളിയാണോ. നമ്മുടെ ഇവിടെ തന്നെ പറമ്പിൽ നിന്ന് തന്നെ കുടംപുളി മരത്തിൽ നിന്ന് നമ്മൾ പെറുക്കി എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് വെച്ചിട്ട് ബാക്കി നമ്മൾ കൊടുക്കാറാട്ടോ. അപ്പോൾ നമുക്കിത് തന്നെ ധാരാളം കേട്ടോ. ഒരു വർഷത്തിന് തികയും തോന്നുന്നല്ല. തന്നെ നമുക്കിത് കുറച്ചുകൂടി എടുത്ത് പെറുക്കി ഉണക്കാട്ട് ഈ രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ പുകയത്തിട്ടിട്ട് ഉണക്കിയതാണ്. പുകയത്തിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് നല്ല വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചാണ്.
ശരിക്കും ഫുൾ ഉണക്കം നമ്മൾ പുകയത്തിട്ട് തന്നെയായിട്ട് ഉണക്കാറ്. അപ്പോൾ പുകയത്തിട്ട് ഉണക്കാന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതായത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. പിന്നെ നമുക്കാകുമ്പോൾ കുറച്ച് മതിയല്ലോ, ബാക്കിയൊക്കെ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ഫുൾ ആ ഒരു പുകയത്തിട്ട് നല്ല രീതിയിൽ തന്നെയായിട്ട് ഉണക്കിയെടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പുകയത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ട് നല്ല കളർ ഉണ്ടല്ലോ നോക്കി. അപ്പോൾ എന്തായാലും ഞാനത് ഫുള്ളൊന്ന് നിരത്തി സെറ്റാക്കട്ടെ. ചില പുളികളൊക്കെ ഇങ്ങനെ ഒന്ന് മറ്റേൻ്റെ മേലെ ഇങ്ങനെ ഒട്ടി പിടിച്ച രീതിയിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാനത് അതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാനിപ്പോൾ വെയിറ്റ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഉണക്കായിട്ടുള്ള പുളി കാറ്റടിച്ച് പറത്തിക്കൊണ്ടുള്ള ഒരു പേടിയും മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നല്ല സേഫായിട്ട് നമ്മുടെ പുളി ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ. അതേപോലെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഏതൊരു മീൻകറി ആയിക്കോട്ടെ, ഇപ്പോൾ ഉണക്കമീനായാലും പച്ചമീനൊക്കെ ആയാലും നമ്മൾ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കുടംപുളി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളി ഇല്ലാത്തൊരു മീൻകറി നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് പുളിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എന്താണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള പുളി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഒരു പുളി ഉണക്കുന്ന പറഞ്ഞാൽ നല്ല ടാസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു കളറിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല വിറകിൻ്റെ ആവശ്യമുണ്ട്. കാരണം പുകയത്ത് കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഫുള്ള് പോയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറാവാൻ വേണ്ടി ഒരുപാട് വിറക് ആവശ്യം. അങ്ങനെ നമ്മുടെ കുടംപുളി ഫുള്ള് നമ്മൾ നന്നായിട്ട് നിരത്തിയിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് തന്നെയാട്ടോ നിരത്തിയില്ല. കാരണം ചിലതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഇങ്ങനെ വിരിച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും കൂടി. പിന്നെ വെയിൽ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വെയിലാണ്, നല്ല ഫോഴ്സിലാണ് വെയിലുള്ളത്. അപ്പോൾ കുറച്ച് അധികം നേരം നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും നല്ല ശക്തിക്കാണ് വെയിലുള്ളത്. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തെളിഞ്ഞ് കിടക്കണം. അപ്പോൾ മരങ്ങളുടെ തണലോ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. ഇനി ഇടയ്ക്കൊന്ന് വന്ന് മറിച്ചിട്ട് കൊടുക്കണം, അത് ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുത്താൽ മതി. അപ്പോൾ അടിയും കൂടി ഒന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ 2 ദിവസം ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം കുടംപുളി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കേടും പറ്റാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഫ്രഷ് ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ കുടംപുളിയൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളൊക്കെ വെക്കാറുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ കേട് വരും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മൺകലം ഉണ്ടാവില്ല, അപ്പോൾ മൺകലത്തിൽ ലെയറായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് അതിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഉണക്കിയതിന് ശേഷം നമുക്ക് ആ രീതിയിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വഴി. അപ്പോൾ എന്തായാലും ഉണങ്ങാൻ 2 ദിവസം നല്ല ഈ ഒരു വെയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും 2 ദിവസം ഇടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങുമല്ലോ. ചെറിയ രീതിയിലൊരു നനവുണ്ട്. അപ്പോൾ എന്തായാലും ഉണങ്ങട്ടെ ഞാൻ ഇവിടെ കിടന്നത്. അപ്പോൾ ഇത് എത്ര കളർ ചേഞ്ചിലൂടെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. കാരണം കുടംപുളി എന്ന് പറയുമ്പോൾ ആ മരത്തിലുണ്ടാകുമ്പോൾ ചെറിയ പച്ച കളർ ഉണ്ടായിട്ട് പിന്നെ അതൊരു മഞ്ഞ കളറായി, പിന്നെ പഴുക്കുന്നതനുസരിച്ച് മഞ്ഞ കളറാണ്. പിന്നെ അതിന് കൊഴിഞ്ഞ് വീട് താഴെ എത്തുമ്പോഴത്തേനും ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറും. പിന്നെ എന്താ നമ്മൾ പുകയൊക്കെ കൊണ്ട് ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും. നന്നായിട്ട് ഉണങ്ങുന്നവർ നല്ല എന്താ പറയുക നല്ല ചിറ്റ് ബ്ലാക്ക് ആവും, നല്ല കടും ബ്ലാക്ക് കളറിലേക്ക് മാറുമേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ പൊളിക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം ചെറിയ ഇതായിട്ട് ഒന്നുകൂടി ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവേണ്ട. അപ്പം നല്ല ഉണങ്ങുന്നതിനനുസരിച്ച് നല്ല സെറ്റായിട്ട് വരുള്ളൂ. അപ്പം എന്തായാലും കുടംപുളി ഉണങ്ങുന്ന വരെ ഞാൻ ഇവിടെ നിന്നത് ഞാൻ അതിലേറെ ഉണങ്ങും. അപ്പം എന്തായാലും ഞാൻ പോട്ടെ. അതേപോലെ തന്നെ നമുക്ക് ബാക്കി കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. നമുക്ക് ആകാശമൊക്കെ നല്ല നീല കളറിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ട് എന്ത് രസമല്ലേ. കൂടെ കിളികളുടെ സൗണ്ടും ഒക്കെ പാടിയാകുമ്പോൾ ഇന്ന് പിന്നെ നമുക്ക് തണുപ്പേ ഇല്ല കേട്ടോ. നല്ല വെയിലാണ് അവിടെ ഇരുന്ന് വേർക്കും അങ്ങനത്തെ ഇതൊന്നുമില്ല, എന്നാലും തണുപ്പില്ല, എന്നാൽ ഒരുപാട് ചൂടുമില്ല. വെയിലിൻ്റെ ഒരു ചൂടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുടംപുളി ഒന്ന് ഉണങ്ങട്ടെ ഇവിടെ കിടന്ന്. ഇടയ്ക്ക് വന്നിട്ട് നമുക്കൊന്ന് ചിക്കി ഇട്ട് കൊടുക്കാം. രാവിലെ മുറ്റടിക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് ഇതാ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു നെറ്റ് വിരിച്ചിട്ട് നമ്മളിവിടെ കുറച്ച് ഗ്രോ ബാഗിലൊക്കെ നമ്മുടെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഞാനിപ്പോൾ അടിച്ച് അങ്ങോട്ട് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് ആക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒന്നരാടാട്ടോ അടിച്ച് ക്ലീൻ ചെയ്യാമല്ലോ. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയതിൻ്റെ വേസ്റ്റും കൂടാതെ ഈ കരിയിലകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മളിവിടെ ഗ്രീൻ നെറ്റും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി അടിപൊളി തന്നെയാണ്. കാരണം ആ ഒരു ഭാഗം മാത്രം അങ്ങനെ അടിച്ച് അവിടെ അങ്ങ് കൊരി കളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇതുപോലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റ് തന്നെയാണ്. നോക്കി ഈ ഒരു ഭാഗം ഞാൻ ഓൾറെഡി അടിച്ചതാണ്. പക്ഷേ ഇതാ ഈ ഒരു ചെടി ഒന്ന് പൊക്കിയപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കരിയിലൊക്കെ ഒന്ന് വീണിട്ടുണ്ട്. എന്നാലും അതുകൂടി ഒന്ന് കൈയോടൊന്ന് അടിച്ച് സെറ്റാക്കിയിടാം.
ഗൈസ് അങ്ങനെ നമ്മുടെ ഈ ഒരു അടിച്ചുവാരലിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും കൂടി പറ്റും ഇവിടെ നെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇന്ന് ഗാർഡനിൽ കുറേ ഫ്ലവർ ഉണ്ട്. നമ്മുടെ മെലസ്റ്റോമയൊക്കെ ആയാലും ആ പൂത്തുലഞ്ഞ് നിൽക്കട്ടെ നോക്കി. നമ്മുടെ ആ ഒരു ചെടിയുടെ ഹൈറ്റിനനുസരിച്ച് ഫുള്ള് ഇങ്ങനെ തിക്കായിട്ട് നല്ല റൗണ്ടിൽ ഇങ്ങനെ വട്ടം വീശി കമ്പുകളും ഉണ്ട്. അതേപോലെ തന്നെ അതിലെല്ലാ കമ്പുകളും നോക്കി ഒരുപാട് മൊട്ടും ഒത്തിരി പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മെലസ്റ്റോം മാത്രമല്ല നമ്മുടെ റോസിൽ, അതുകൊണ്ട് വള്ളി റോസിലായാലും അതേപോലെ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ട്. അപ്പോൾ അവിടെ ആയാലും ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഫ്ലവറിൻ്റെ കേട്ടോ. ആ ഒരു ഏരിയയിലൊക്കെ ആയാലും നിറച്ച് പൂക്കളായിരുന്നു നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ മെലസ്റ്റോമയുടെ അവസ്ഥ നോക്കി കുറേ പൂക്കൾ അതിലുണ്ട്. എന്നിട്ട് നോക്കി അതിൻ്റെ ഇരട്ടി ഇവിടെ താഴെ കൊഴിഞ്ഞു വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടായി തന്നെ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ എന്തായാലും ഒരു ഫ്ലവർ ഉണ്ടായി നിൽക്കാറ്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ നല്ല അടിപൊളി ഫ്ലവർ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല പൂ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട്. അതൊക്കെ കാണുന്നതുകൊണ്ട് മനസ്സിന് വല്ലാതൊരു സന്തോഷം. അപ്പോൾ ഇന്ന് വെയിലും കൂടി ഏതാണ്ട് നല്ല സൺലൈറ്റും കൂടി കിട്ടില്ല. അപ്പോൾ ചില ചെടികൾക്ക് നമ്മൾ എത്ര വെള്ളം കൊടുത്താൽ സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബോഗൻവില്ലയൊക്കെ ആയാലും നല്ല സൺലൈറ്റ് കിട്ടില്ല, നന്നായിട്ട് പൂത്തുലിയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിട്ട് നമ്മളിതാ 2 പൂട്ടിലായിട്ട് നമ്മുടെ ബോഗൻവില്ല പുതുതായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വളർന്ന് ഒന്ന് സെറ്റ് ആവേണ്ട. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം എന്തായാലും നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെടികളൊക്കെ നിൽക്കട്ടെ. കാരണം അതൊക്കെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പം എന്തായാലും ഞാൻ വേറെ സന്തോഷം കിട്ടുന്ന ഒരു സംഭവം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവം ഇതാണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഫുള്ള് ഉണ്ടായിരിക്കുന്നത് കാടല്ല. പെട്ടെന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാടായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ. അത് ഫുള്ള് നമ്മൾ ചീരവിത്ത് പായി കൊടുത്താണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ തക്കാളി തൈകളും മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തായാലും അത് മുളച്ചിട്ടുണ്ട്. എൻ്റെ ഡയാന നിങ്ങളുടെ വന്നപ്പോഴത്തേക്കും നോക്കി ഡയാന. അപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടായിട്ടുള്ള ഒരു തക്കാളിത്തേക്ക് നമുക്ക് പറിച്ച് മാറ്റി കമ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നടാടെ നോക്കി. ഇപ്പോൾ ഇതൊക്കെ നുള്ളാനുള്ള ഒരു പരുവത്തിലാണ് നമ്മുടെ എല്ലാ ചെടികളും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഉണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ വിതച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ നിരത്തി ഇങ്ങനെ വിതച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ പോയാലും കുറേയൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് വിതച്ചോട്ടെ. പക്ഷേ നമ്മൾ വിതച്ച വിത്തിൽ ഒരു 3/4 ഭാഗത്തോളം അങ്ങ് ഉണ്ടായി തന്നെ പറയട്ടെ. അതുകൊണ്ട് അത്രയും നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ചീര എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, അത്രയും നല്ല അടിപൊളി സംഭവമാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ. അപ്പോൾ നോക്കി നല്ല രീതി തന്നെ എന്തായാലും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാടുകളൊക്കെ ഉണ്ട് പറിക്കാൻ വേണ്ടി, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കൂടുതലും ചീര തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാട് വളരാനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ലാന്ന് തന്നെ പറയട്ടോ. ആ ഒരു ഏരിയ മുതൽ ഫുൾ അങ്ങ് കവർ ചെയ്തിട്ടാട്ടോ ചീര ഉണ്ടായിട്ടുള്ളത്. സൂര്യൻ ചേട്ടനാണെങ്കിൽ നോക്കി എൻ്റെ തലയ്ക്ക് മുകളിലായിട്ടാട്ടോ വന്ന് നിൽക്കുന്നത്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് നമ്മുടെ ചീരയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടാവാനൊക്കെ നല്ലതാണ് ഈ ഒരു ഏരിയയിൽ നട്ട് കഴിഞ്ഞാൽ. പൊതുവെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും അത്യാവശ്യം വിളവ് കിട്ടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നട്ടിട്ടുണ്ടായത് ചോളം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരേ സംഭവം നടാതെ അങ്ങനെ മിക്സായിട്ട് ഇപ്പോൾ ഒന്നിടവിട്ടിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ചോളമാണെങ്കിൽ ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം ചീര അങ്ങനെയൊക്കെ ഇങ്ങനെ വിട്ട് നടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ മണ്ണിനാണെങ്കിലൊക്കെ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നടന്നുകൊണ്ടാണോ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. തക്കാളി തൈ എന്തായാലും ആ ചീരയുടെ ഒപ്പത്തിനൊപ്പം തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. നോക്കിയതാ ഇതൊക്കെ ഇപ്പോൾ പറിച്ച് നടേണ്ട കറക്റ്റ് വരുവാണേ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് കായ്ക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും പറിച്ച് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കമ്പൊക്കെ കെട്ടി നന്നായിട്ട് നട്ടു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുറേ നാൾ തക്കാളി നമുക്കിനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ഒരു 5-6 മൂട് നമുക്ക് തക്കാളി തൈയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത്യാവശ്യം തക്കാളി തൈ ഉണ്ട് കേട്ടോ. ഒരു 5-6 ഇപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ഇതൊക്കെ അധികം വൈകാതെ തന്നെ ഈ വെയിലുള്ളൊരു സമയത്തൊന്നും പറ്റില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് രാവിലെ, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വെയിലൊക്കെ ഒന്ന് താന്നിട്ടുള്ളൊരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ പറിച്ച് നടന്നാണ് ചെടികൾക്ക് കുറച്ചുകൂടി അടിപൊളി. അപ്പോൾ അതാ നോക്കി തക്കാളി തൈ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം എടുത്ത് നോക്കി. ഇത് മണിത്തക്കാളി എന്നൊക്കെ കേട്ടോ. നമ്മുടെ ഇവിടെ ചുക്കുട്ടി ചീര എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് പല രീതിയിലായിരിക്കും ആശാൻ അറിയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ആശാൻ ചില്ലറക്കാരനല്ല. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ മുന്നാണ് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ ഒരു ടൈമിലാണ്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെ കണ്ടുനോക്കുക. കാരണം അത് അത്ര നല്ല അടിപൊളി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ചീര എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാം അടിപൊളി തന്നെയാണ്. നടന്നാലും ഇതും അതേപോലെ തന്നെ ഉഗ്രനായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ചില ഇലകളിലൊക്കെ ചെറുതായിട്ട് പുഴുക്കേടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ജൈവവളമായിട്ടുള്ള നമ്മുടെ ചാര ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം വൈകാതെ തന്നെ ചാര ഇട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം കുറേ ഇലകളിൽ ഈ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പുഴുവിനൊന്നും കാണുന്നില്ല, പക്ഷേ ഇങ്ങനെ ഇലകളൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു അടുക്കളത്തോടെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറികളുടെ ഒന്നും പുറകെ പോയി നമ്മുടെ ഹെൽത്ത് ചീത്തയാക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമുക്കായാലും നമ്മുടെ മക്കൾക്കൊക്കെ ആയാലും വിശ്വസിച്ചിട്ട് തന്നെ ഇതൊക്കെയാണെങ്കിലും കഴിക്കാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അതിൽ കൂടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും ചീര ഉണ്ടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ നുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക ദിവസവും ചീര ഉണ്ടാവും കേട്ടോ നുള്ളി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സമയം ഏകദേശം 3:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ട് തന്നെ. കാരണം നമ്മുടെ കുട്ടിക്കുറുമ്പിന് നമ്മൾ അംഗൻവാടിയിൽ വിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവണി കുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ വഴി നല്ല കട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട്. നല്ല കുഴിയും കട്ടറായിട്ട്
ഫുള്ള് നമ്മുടെ ഈ ഒരു വഴി നല്ല ശോകമായിട്ടുള്ള ഒരു അവസ്ഥയിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് അടുത്ത് തന്നെയാണ്. നമുക്കിനി അവിടെ പോയിട്ട് എന്താ പരിപാടി എന്നൊക്കെ നോക്കി നോക്കാം. ഗൈസ് ഇവിടെ എത്തിയപ്പോൾ കുറച്ചെങ്കിലും ഒരു ഭേദം ഉണ്ടെന്ന് പറയട്ടെ. ഇതിൻ്റെ അപ്പുറം വരെ കുറച്ചുകൂടി മോശമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ വഴി. നോക്കി ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് ടാറൊക്കെ ഫുള്ള് ഇളക്കി വന്നിരിക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് ഫുള്ള് ആളുകളുടെ കൃഷിയുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഏലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി അതിലേക്ക് നനയ്ക്കാൻ ആവശ്യത്തിന് അവിടെ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നല്ലൊരു കുളമുണ്ട്. ഗൈസ് നമ്മളിതാ അംഗൻവാടിയുടെ ഫ്രണ്ടിൽ എത്താനായിട്ടുണ്ടേ. ഈ കാണുന്നതാണ് കേട്ടോ ഗൈസ് അംഗൻവാടി. ഗൈസ് നമ്മൾ നമ്മുടെ ആവണിക്കുട്ടി ചെയ്തിട്ട് പോവുക കേട്ടോ. ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? വാവി 1-2 പഠിച്ചോ? ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും കേട്ടോ, കരച്ചിലോ വാശിയോ ഒന്നും ഇല്ലാതെ നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആവണിക്കുട്ടി. കളിയായിരുന്നു കേട്ടോ അവിടെ. എന്തായിരുന്നു പരിപാടി അവിടെ? അവിടെ പോയത് ചാടി മേലെ കയറിയിട്ട് പിന്നെ അതുകൊണ്ടാട്ടോ പിന്നെ വ്ളോഗൊന്നും അവിടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല മെഡിക്ക് കൂട്ടിയാലും ഞങ്ങൾ വീട്ടിൽ പോവാം അല്ലേ? വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവാൻ വിചാരിക്കുന്നു. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.